നമസ്കാരം. മനുഷ്യ മനസാക്ഷി മരവിച്ചു പോകുന്ന കൊലപാതകമാണ് വർക്കലയിൽ നടന്നത്. പ്രണയപ്പക എന്ന ലേബലിൽ ചുരുക്കി നിർത്തേണ്ടതാണോ ഇതിനെ? പലതവണ നടന്നിട്ടും നിയമവും ശിക്ഷയും അപര്യാപ്തമായതുകൊണ്ടാണോ ഇത് വീണ്ടും ആവർത്തിക്കുന്നത്? പരിശോധിക്കുന്നു സ്പെഷ്യൽ ഡിബേറ്റ്. ഈ അരമണിക്കൂർ സ്വാഗതം. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ AF, ഒപ്പം സാമൂഹിക പ്രവർത്തകയും അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് മായ കൃഷ്ണൻ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം നിതിൻ, സൈക്കോളജിസ്റ്റ് നിതിനിലേക്ക്. ബന്ധങ്ങളുടെ ഒരു കെട്ടുപാടില്ലാതെ ചിന്തിക്കുകയാണ് പുതിയ തലമുറ എന്ന് ഒരു ഭാഗത്ത് വിലയിരുത്തലെല്ലാം വരുമ്പോഴാണ് തീർത്താൽ തീരാത്ത പകയോടുകൂടിയുള്ള വിഷയം, അതിനൊരു പ്രണയപ്പക എന്നൊരു പേരിട്ട് വിളിക്കാമെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു തലം ഉണ്ടാകുന്നത്. ഇന്ന് ഇപ്പോൾ ഈ വർക്കലയിൽ കണ്ട ഈ കൊലപാതകം ബ്രൂട്ടൽ എന്ന് തന്നെ വിളിക്കേണ്ടുന്ന അത്യന്തം പൈശാചികമായിട്ടുള്ള ഒരു കൊല കൂടിയാണ്. അതെങ്ങനെയാണ് തോന്നുന്നത് കണ്ടിട്ട്? തീർച്ചയായിട്ടും ഇതൊരു ഭയാനകമായ ഒരു സംഭവം തന്നെയാണ്. നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ജീവന് ഒരു സെക്യൂരിറ്റി ഇല്ലെങ്കിൽ വളരെ ടഫാണ് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ലൈഫ് ഈ വേൾഡിൽ കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ കേസ് നമ്മൾ നിലവിൽ വന്നിരിക്കുന്ന വാർത്തകളൊക്കെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ വളരെ ഗുരുതരമായ ആൻറ്റി സോഷ്യലായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് പുള്ളിക്കാരൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ബിഹേവിയറുകൾ പേഴ്സണാലിറ്റി ഡിസോർഡറുകളായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ അറസ്റ്റിന് കാരണമാകുന്ന തരത്തിലുള്ള പല ബിഹേവിയർ അല്ലെങ്കിൽ റെക്ലെസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്റ്റുകളൊക്കെ ഉണ്ടാകുന്നതിനെയാണ് പ്രത്യേകിച്ച് ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് കഴിയുക. അപ്പോൾ അത് കുറേ നേരത്തെ തന്നെ അറിയാനായിട്ട് കഴിയും. ആദ്യം ഒരു കണ്ടക്ട് ഡിസോർഡർ പോലെ 18 വയസ്സിന് മുന്നേ കാണുന്നതാണ് കുറേ കൂടെ മാനിഫെസ്റ്റ് ചെയ്ത് പുറത്തേക്ക് എക്സ്പോസ് ചെയ്ത് ഈ ഒരു ആൻറ്റി സോഷ്യൽ ഇഷ്യൂ ആയിട്ട് പിന്നീട് ഒരു വ്യക്തിയിൽ സാധാരണ മാറുന്നത്. അപ്പോൾ ഇത് അത്തരത്തിൽ വരാനാണ് കൂടുതലും സാധ്യത കാണുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. രണ്ട് വശവും നമ്മൾ കേട്ടാലേ അത് എക്സാക്റ്റ് എന്താണെന്നുള്ള ട്രൂത്ത് റിയാലിറ്റി എന്താണെന്നുള്ളത് അറിയാനായിട്ട് കഴിയും. പക്ഷേ ഇത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ഭയാനകമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മുടെ ലൈഫ് ഫ്രീ ആയിട്ട് ഈ വേൾഡിൽ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ നീഡാണ്. കാരണം നമുക്ക് ഫ്രീഡം ഓഫ് ലൈഫ് ഇല്ലെങ്കിൽ ആക്ച്വലി നമുക്ക് ഇൻഡിവിജ്വൽ ലൈഫായാലും നമ്മുടെ ഫാമിലി ലെവലിലാണെങ്കിലും ഒരു സൊസൈറ്റി ലെവലിലാണെങ്കിലും ലൈഫ് ഈ വേൾഡിൽ കണ്ടക്ട് ചെയ്യുക വളരെ ടഫാണ്. അപ്പോൾ ഒരു ഫിയറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റിയുടെ പുറത്ത് അല്ലെങ്കിൽ ഒരു വലിയൊരു കൺട്രോളിൻ്റെ പുറത്ത് നമുക്ക് ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്യുക ടഫാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനി വരും നാളുകളിലെങ്കിലും പരമാവധി നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും പരമാവധി കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒക്കെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. നിതിൻ, ഇതിനകത്ത് വളരെ കോമൺ ഫാക്ടർ ഇത്തരം നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളിലും പ്രതികൾ തീരെ കുറ്റബോധമില്ലാതെ നിൽക്കുക. അപ്പോൾ ഈ വിഷയത്തിനകത്തും ഒട്ടും കുറ്റബോധമില്ലാതെയാണ് ഇത്രയും വലിയൊരു കൊലപാതകം നടത്തുക, ചുറ്റുപാട് നിന്നവരെ മാരകമായി മർദ്ദിക്കുക, മുറിവേൽപ്പിക്കുക. എന്നിട്ട് ഒരു കുറ്റബോധമില്ലാതെ ഇവർ നിന്നു, ഒളിക്കുകയോ ഒന്നും ഉണ്ടായില്ല. അത് ഒരു കോമൺ ഫാക്ടറായി നിൽക്കുന്നു. ഒട്ടും കുറ്റബോധം തരുമ്പ് പോലുമില്ലാത്ത പ്രതികളുടെ ഒരു കൂട്ടം. ചില ആൾക്കാർ അങ്ങനെ കാണാറുണ്ട്. ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആൾക്കാരെ നമ്മൾ നോക്കിയാലും ഒട്ടും റീമോസ് ഉണ്ടാവില്ല, ഒരു റിഗ്രറ്റും ഉണ്ടാവില്ല. നമ്മൾ എത്ര കൺവിൻസ് ചെയ്യിച്ചാലും കൺവിൻസ് ആവാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതൊരു റിയാലിറ്റി തന്നെയാണ്. ഒരു തരത്തിലുള്ള ഒരു ഗിൽറ്റി ഫീലിങ്ങോ അല്ലെങ്കിൽ അവർ ചെയ്തതിനെക്കുറിച്ച് ഒരു അനുതാപമോ ഇല്ലാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ട്. അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണ് പൊതുവിൽ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എല്ലാവരും അങ്ങനെ അല്ല. അതൊരു ചെറിയൊരു മൈനോറിറ്റി പെർസെൻറ്റേജ് ആൾക്കാർ നമ്മുടെ ഒരു ഓവറോൾ പോപ്പുലേഷനിൽ എപ്പോഴും ഉണ്ടാവും. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അസാധ്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ നേരിട്ട് അതിനെ ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു വാസ്തവമാണ്. ഇങ്ങനെ ഉള്ള ആൾക്കാരിൽ ഒരു തരത്തിലുള്ള ഒരു റിഗ്രറ്റ് ഫീലിങ്ങോ അല്ലെങ്കിൽ അവർ ചെയ്ത ആക്ടിനെ കുറിച്ച് ഒരു തരത്തിലുള്ള പശ്ചാത്താപമോ അവർക്ക് പൊതുവിൽ കാണാറില്ല. ഓക്കെ, ഞാൻ തിരികെ എത്താം. മായകൃഷ്ണൻ,
ശിക്ഷാ കാലാവധി കഴിഞ്ഞ് തിരിച്ചെത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രതികളുടെ പ്രതികരണങ്ങൾ ഇതിനു മുൻപും ഇതുപോലെ നടന്ന വളരെ ബ്രൂട്ടലായിട്ടുള്ള കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിനകത്തും തീർന്നു കാണും അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ നിന്നത് എന്ന നാട്ടുകാരുടെ മൊഴിയൊക്കെ വരുന്നു. അങ്ങനെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ തരം കേസുകളിലെല്ലാം തന്നെ ഒറ്റ മിനിറ്റിൻ്റെ വൈകാരിക ക്ഷോഭം കൊണ്ട് ജീവൻ എടുക്കുകയും ജീവൻ ഒടുക്കുകയും ചെയ്യുന്നവരുടെ എല്ലാം മാനസിക നില ആ രീതിയിലേക്ക്, അത് ഒരാളല്ല, ഈ കൂട്ടമായിട്ട് നിന്ന ഒരു 4ഓളം പ്രതികൾ, 4 പേരും ആ കുറ്റബോധം ഒരു തരിമ്പ് പോലും ഇല്ലാതെ അവിടെ തന്നെ നിന്നു കുറേ നേരം എന്നുള്ളത് കൂടി ഇത് എത്രത്തോളം ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമായി മാറുന്നു, ആ പ്രവണതയെ തന്നെ എത്രത്തോളം അപകടകരമായി മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് പ്രധാനമായും പറയാനുള്ളത് ഇത് ഒറ്റ നിമിഷത്തെ വൈകാരികത എന്ന് പറഞ്ഞ് നമ്മളതിനെ അങ്ങനെ പറയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ഇത് വളരെ പ്ലാൻഡ് ആയിട്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവരവിടെ ചെന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്തൊക്കെ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലെ ക്രൈം ചെയ്യുന്ന തലത്തിലേക്ക് മാനസികാവസ്ഥ, ഇപ്പൊ ആ വിഷയം എന്താണെന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഇപ്പൊ ഒരാളൊരു നോ പറയുന്ന സമയത്ത്, നേരത്തെ നമ്മുടെ സൈക്കോളജിസ്റ്റ് സംസാരിച്ചതിന്റെ തുടർച്ചയായിട്ട് തന്നെ അത്തരമൊരു നോ പറയുന്ന ഒരു സമയത്ത്, അതൊരു പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സ്ത്രീ തന്നോട് നോ പറയേണ്ടതാണോ, അങ്ങനെ നോ പറഞ്ഞാൽ അത് കേട്ടു നിൽക്കേണ്ടതാണോ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിൽ കൂടി വളരുന്ന ജെൻഡർ അവയർനെസിന്റെ തന്നെ, നമ്മളെപ്പോഴും ജെൻഡർ അവയർനെസ് ഉണ്ടാവണമെന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന സംഗതി ഇത്തരത്തിലെ ഇത് സംഭവിക്കുമ്പോൾ താൻ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പെരുമാറുന്ന തരത്തിലേക്ക്, ആ വീട്ടിൽ വന്നിട്ട് അത്രയും പേര് അത് ചെയ്തതിന് ശേഷവും നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രശ്നവും ഇല്ല, ഇനിയും പോയിട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നതും എല്ലാവരും തീർന്നു പോയെന്നൊക്കെ വളരെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു മാനസികാവസ്ഥയ്ക്ക് അകത്ത് നിന്നിട്ടാണ് ആ ക്രൈം നടന്നിട്ടുള്ളതെന്നാണ് നമ്മൾ അതിന്റെ വിഷ്വൽസ് അടക്കം അതിന്റെ പറച്ചിലുകൾ അടക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ അത്തരത്തിലേക്ക് ക്രൈം ചെയ്യുന്നതിനെ വേറെ തരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് ഒരാളോട് ഇപ്പോ മനസ്സിലാവുന്നത് വെച്ചിട്ട് ഏതോ തരത്തിൽ ഇവര് നേരത്തെ അടുപ്പമുണ്ടായിരുന്നതാണെങ്കിൽ ആ ആളോട് അവർക്ക് മറ്റൊരു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ തുടർച്ചയിൽ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, അതായത് അങ്ങനെ മനുഷ്യർക്ക് ഇഷ്ടമുള്ള അത്തരം കാര്യങ്ങൾക്കകത്ത് ഒരു സമയത്ത് ബ്രേക്ക് പറയാനും ഒരു സമയത്ത് തുടങ്ങാനും, അത്തരം ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ പേഴ്സണൽ അവസ്ഥയിലേക്കും കുഞ്ഞുങ്ങളായി, ഇതിപ്പോ പറയുന്ന ചെയ്ത ആളുകൾക്ക് വലിയ പ്രായമൊന്നും ഇല്ലാത്ത ആളുകളാണ്. അപ്പോ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് ഇപ്പോ ജെൻഡർ അവയർനെസിന്റെ ആണെങ്കിലും ജെൻഡർ ലെജിസ്ലേഷനുകൾ ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന്റെ കാര്യം അതാണ്. കാരണം ഈ നാട്ടിലെ നിയമം നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കകത്ത് അത് കുറ്റകൃത്യമാണ്. അതായത് ബോധവൽക്കരണം നടത്തുകയും ഒപ്പം നിയമബോധവൽക്കരണം ഒക്കെ നടത്തുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ക്രൈം ചെയ്ത ഇപ്പൊ മരണപ്പെട്ട ആള് അയാളുടെ ലൈഫ് തീർന്നു, ഇപ്പൊ കുറ്റകൃത്യം ചെയ്ത ആള് ലൈഫ് പോയിട്ട് ജയിലിലാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇഷ്യൂന്റെ അകത്തേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഇതൊരു ജെൻഡർ ഇഷ്യൂ ആയിട്ട് തന്നെയും കൂടി കണക്കാക്കണമെന്നുള്ളതാണ്. കാരണം എന്നോട് ഇത് പല ഇഷ്യൂ, നമ്മൾ ചെറിയ ഇഷ്യൂസ് തന്നെ എടുത്ത് നോക്കുമ്പോൾ എന്നോട് നോ പറയാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കാനോ, ഞാൻ പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാനോ ഒക്കെ ഒരു സ്ത്രീ പറ്റുന്നോ എന്നൊക്കെ തരത്തിലുള്ള ധാരണയ്ക്കകത്ത് നിന്നിട്ടൊക്കെ കൂടി ആ നോയ്ക്കകത്ത് ആ ബ്രേക്കപ്പിന്റെ അകത്തൊക്കെ അത് ഒരു ഹെൽത്തി ആയിട്ട് അതിനെ ബ്രേക്കപ്പിനെ പോലും കാണാനൊക്കെ പറ്റുന്ന തരത്തിലേക്ക് പോകണം. മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ, അത് ഹെൽത്തിനെ, അത് മെന്റൽ ഹെൽത്ത് ആണ്. അത് എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത് ഇപ്പോ ഗവൺമെന്റ് ഒക്കെ അടക്കം ജെൻഡർ അവയർനെസ്സുകൾ നടത്തിക്കൊണ്ടേയിരിക്കുവാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ, ഇത്ര ഇൻസിഡന്റ് കാണുമ്പോൾ നമ്മൾ വീണ്ടും ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒന്നും എൻഡ് റിസൾട്ട് ഇത് വരുന്നില്ലല്ലോ എന്ന് കൂടി. തീർച്ചയായിട്ടും മായാകൃഷ്ണൻ, ഞാൻ തിരികെ എത്താം. ശ്രീ ജോർജ് ജോസഫ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോർജ് ജോസഫ്, അത്യന്തം ബ്രൂട്ടൽ എന്ന് വിളിക്കുന്ന അത്രയും പൈശാചികമായിട്ടുള്ള ഒരു കൊലപാതകം നടക്കുക, ഒരു കുറ്റബോധവും ഇല്ലാത്ത പ്രതികൾ അവിടെ നിൽക്കുക, ഇതിനിപ്പോൾ പറഞ്ഞ പോലെ ഒരു ജെൻഡർ ഇഷ്യൂ ആണോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ക്രൈം എന്ന് വിളിക്കണോ? ഈ രീതിയിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ഇപ്പോൾ തുടർ വർഷങ്ങളായി നടക്കുന്നു. നമ്മൾ തന്നെ പലപ്പോഴും അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒറ്റ സെക്കൻഡ് അല്ല ഏതാനും മിനിറ്റുകൾ കൊണ്ടാണ് ഒരു കല്യാണ വീട് കൊലക്കളമായി മാറുന്നത്. ആ ഒരു വീടിൻ്റെ അവസ്ഥ, ആൾക്കാരുടെ ഭാവി എല്ലാം തകിടം മറിയുന്നത് ഒരു അല്പം സമയങ്ങൾ കൊണ്ടുകൂടിയാണ്. ആ ഒരു കൊലപാതകം പിന്നെ ഒരു മർദ്ദന പരമ്പരയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്ക് നമ്മുടെ സമൂഹം, ഇപ്പോഴത്തെ തലമുറ, ഈ തലമുറയുടെ തൊട്ട് മുമ്പുള്ള അവരുടെ മാതാപിതാക്കളുടെ തലമുറ കംപ്ലീറ്റ് മാറി. അതാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. കാരണം
പല വിധത്തിൽ ഇപ്പം മദ്യപിച്ച് വന്ന് ഭാര്യയെ തല്ലി കൊന്ന് കട്ടിനടി വെക്കുന്നത് നമ്മൾ കണ്ട് ദിവസം നടക്കുകയാണ്. വേറൊരുത്തൻ്റെ ഭാര്യയോട് ഇഷ്ടം തോന്നി ആ പെൺകുട്ടി വിളിച്ചിട്ട് ലിവിങ് ടൂതറായിട്ട് പോയിട്ട് 4-5 വർഷം കഴിയുമ്പോൾ അയാൾ ഇവളെ തല്ലിക്കൊല്ലുന്നത് കാണും. അത് തന്നെയല്ല, കുട്ടികൾക്ക് അപക്വമായ പ്രണയം ഇങ്ങനെ വന്ന് സമൂഹത്തിലുള്ള ആ മാറ്റം അനുസരിച്ച് ഈ ഒരു മാനസിക വളർച്ച എത്തുന്നതിന് മുമ്പ് ഒരാളുടെ അടുത്തൊരു പ്രണയം തോന്നും, അങ്ങോട്ടടുക്കും. അതിനുശേഷം കുട്ടിയുടെ മാനസിക വളർച്ച ഉയരുന്ന, വിദ്യാഭ്യാസം ഉയരുന്നതനുസരിച്ച് ചിലപ്പം തനിക്ക് പറ്റിയ ആളല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറുന്നു. അതിൽ നിന്ന് മാറുമ്പം അയാൾ ആ പൊസിഷനിൽ തന്നെയാണ്. ഈ കുട്ടിയെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, വേറൊരു ജീവിതാന്തസ്സിലേക്ക് വിവാഹത്തിലേക്ക് പോയി കുത്തിക്കൊല്ലുന്നു. ഇവിടെ അത് തന്നെ സംഭവിച്ചത്. ഇവിടെ ഈ പെൺകുട്ടി ഇയാളുമായിട്ട് നേരത്തെ അടുപ്പമായിരുന്നു എന്നാണ് ഇപ്പം കാണുന്ന വിവരം. ആ പിതാവ് എന്തായാലും വെളിയിലെ വിദേശത്ത് ജോലിയൊക്കെ ചെയ്ത് അല്പം പൈസയൊക്കെ കൊണ്ട് നാട്ടിൽ വന്ന് ഓട്ടോറിക്ഷ ഓടിച്ച് മാനമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. മകളുടെ അടുത്ത് ഇയാൾ വന്ന് വിവാഹം ആലോചിച്ചപ്പം പറ്റില്ല, കുട്ടിക്ക് താല്പര്യമില്ല. 3 പ്രാവശ്യം വന്ന് വിവാഹം ആലോചിച്ചു. അപ്പം ആ കുട്ടിയുടെ പിതാവിൻ്റെ അടുത്ത് ഇവന്മാർക്ക് വൈരാഗ്യം തോന്നി. ഈ കല്യാണം നടക്കില്ല എന്ന് അയാൾ മനസ്സിൽ കരുതി. അങ്ങനെ വിവാഹത്തിൻ്റെ അന്ന് രാത്രിയിലെ ആ ഇവനും ആ പ്രതിയും അയാളുടെ അനിയനും ചിക്കു എന്ന് പറഞ്ഞ ഒരുത്താളും അങ്ങനെ ഇവർ 3-4 പേര് ആ പെൺകുട്ടിയോട് അടുപ്പം തോന്നിയ ആള് അത് നടക്കില്ല എന്ന് പറഞ്ഞ് അയാളുടെ ഒപ്പം മറ്റു 3 പേരുടെ മനസ്സ് നിൽക്കുകയാണ്. അവര് രാത്രി ആ വിവാഹത്തിന്റെ തലേദിവസം രാത്രിത്തെ ബഹളം തീരാൻ വെയിറ്റ് ചെയ്തു. 12:30 വെയിറ്റ് ചെയ്തു. ആളെ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുമായിട്ട് സംസാരിച്ചു. അതുമായിട്ട് സംസാരിച്ച് അതിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പം പിതാവ് രാജൻ ഇടപെട്ടു. രാജനെ ഭീകരമായിട്ട് മർദ്ദിച്ചിട്ട് അവര് മൺവട്ടി കൊണ്ട് രാജന്റെ തലയ്ക്ക് അടിച്ച് കൊല്ലുകയാണ്. അപ്പം എന്താണ്, ആ പെൺകുട്ടിയെ കിട്ടാത്തതുകൊണ്ട് പിതാവിനെ കൊല്ലുന്നു. ആ പെൺകുട്ടി ഇനി വേറൊരുത്തിൻ്റെ കൂടെ കഴിയണ്ട എന്നങ്ങ് തീരുമാനം. അപക്വമായ മനസ്സുള്ള കുട്ടികളാണ്, വളരെ പ്രായം കുറഞ്ഞ കുട്ടികളാണ്. അവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്, അവർ കഞ്ചാവ് ഉപയോഗിക്കുന്നവർ, മദ്യം കഴിക്കുന്നവരൊക്കെയാണ്. മദ്യപിച്ചിട്ടാണ് വന്നതെന്നും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ചെറുപ്പക്കാരുടെ തീരുമാനം കണ്ടോ, തനിക്ക് താല്പര്യമുള്ള പെൺകുട്ടി വേറൊരാൾ കൊണ്ടുപോകണ്ട, അവൾ ജീവിക്കണ്ട എന്നാണ് അവരുടെ തീരുമാനം. അവൻ്റെ ആ ചിന്താഗതിക്കൊപ്പം സഞ്ചരിക്കുന്ന അവൻ്റെ 3 സുഹൃത്തുക്കളും അവരും ഇവൻ്റെ ആ മാനസികാവസ്ഥ തന്നെയാണ്. നമ്മുടെ സ്കൂളും കോളേജുകളിലൊക്കെ ഇതുപോലെയുള്ള പ്രണയം അങ്ങ് തോന്നി പിന്നെ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അപകടമാണ് എന്ന് പെൺകുട്ടികൾ മനസ്സിലാക്കണം. പല കോളേജിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായി. അവസാനം ആ പെൺകുട്ടി കുറച്ച് വിദ്യാഭ്യാസം കൂടി ഇവനോട് സ്വല്പം അകന്നു എന്ന് തോന്നി. ഇപ്പം കോളേജിനകത്ത് രഹസ്യമായിട്ട് വിളിച്ചു വന്ന് പകല് അതിനെ ബ്ലേഡ് കൊണ്ട് കഴുത്തറുത്ത് കൊന്നു. അതിന് ദൈനംദിനം നമ്മൾ കാണുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം ശിഥിലമായിട്ട് അവർ വേറെ ചില ആൾക്കാരുമായിട്ട് ബന്ധം വന്ന് അവരിൽ ഒരാൾ ഇവരെ തല്ലിക്കൊല്ലുന്നു. ഇത് ആൺകുട്ടികളെ മാത്രമല്ല, പെൺകുട്ടികളും ആ ലെവലിലോട്ട് വന്നു കഴിഞ്ഞു. നമുക്കറിയാമല്ലോ, നെയ്യാറ്റിൻകര താലൂക്കിൽ ഒരു പെൺകുട്ടി ഹസ്ബൻഡ് അവളെ സ്നേഹിച്ച പുരുഷനെ കൊന്ന കാര്യങ്ങൾക്ക് അറിയാമല്ലോ. എന്ത് ലാഘവബുദ്ധിയാണ് ഇതിനകത്ത് പെട്ടെന്ന് കുറ്റം സമ്മതിക്കുന്ന പ്രതികൾ. ഇനി അവരുടെ ജീവിതം എന്താണ് എന്നുള്ള ഒരു വ്യക്തമായ ചിത്രം പോലും ഇല്ലാത്തവരാണോ വളരെ പെട്ടെന്ന് കുറ്റം സമ്മതിച്ചുകൊണ്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ ആ ഒരു രീതിയിലേക്ക് ഇത്തരം കേസുകളിലെല്ലാം പ്രതികൾ പോകുകയും ചെയ്യുന്നു? അതാണോ അതിന്റെ ഒരു കോമൺ ഫാക്ടർ? കാരണം ഏത് കുറ്റം ചെയ്താലും രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ഇതൊന്നും കാര്യമില്ല. ഒരാളെ കൊന്നാൽ ജീവപര്യന്തമാണ്, മരണം വരെ അവിടെ കിടക്കണം, അങ്ങനൊന്നും നടക്കത്തില്ല. നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. ആരെ വേണേലും കൊല്ലാം, കുറ്റബോധമില്ല. ഒരു മനുഷ്യനെ കൊല്ലുന്ന ചവിട്. കഴിഞ്ഞ ദിവസം ഞാൻ ദൃശ്യം കണ്ട് ഒരു പമ്പ് ഹൗസിൽ എങ്ങാണ്ട് അയാൾ പൈസ കൊടുത്തതിന് മൊബൈലിൽ കാണിക്കാൻ പറഞ്ഞപ്പം 2 പേര് ആ പമ്പിലെ ആ ജീവനക്കാരനെ എടുത്തിട്ട് ചവിട്ടുന്നതും അവർ വിളിച്ചു വരുത്തി 6-8 പേര് വന്നിട്ട് ആ റോഡിലിട്ട് ചവിട്ടുന്ന രംഗം കണ്ടു. ഇതെന്ത് നിസ്സാരമായ ഒരു കാര്യമാണ്. അപ്പം പൊതുവെ നമ്മൾ നോക്കണം. വേണ്ട, നമ്മൾ ഇതിനകത്ത് പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്, പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഇതിനകത്ത് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസാണെന്നൊക്കെ നമുക്ക് പറയാം. ഇന്ത്യ പോലെ ഇത്രയും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്ത്
കേരളത്തിലെ ഈ ചെറിയ സ്ഥലത്ത് 3,30,00,000 ജനങ്ങളുണ്ട്. അതൊന്നും പ്രായോഗികമായത് പലരും ഇങ്ങനെ ചർച്ചയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് കുറച്ചു മുമ്പേ പറയുന്നത് കേട്ടു. അതൊന്നും പ്രായോഗികമായിട്ട് പോലീസിനെ കൊണ്ട് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയില്ല. അതിനുള്ള സ്ട്രെങ്തുള്ള സംവിധാനം ബാക്കി നിർത്തുന്നത് ലഹരിയുടെ ഉപയോഗം ഒരു വശത്ത്, അതോടൊപ്പം തന്നെ എന്നും ചോദിക്കുന്ന ചോദ്യമാണ് നിയമവും ശിക്ഷയും കൂടുതൽ കർശനമാക്കേണ്ട അവസ്ഥയുണ്ട്. പിന്നെ പൊതുസമൂഹത്തിന് ചെയ്യാൻ കഴിയുന്നത് എന്ത്, അതിൽ നിന്ന് പിന്നോട്ട് പോയി വിഷയങ്ങളെല്ലാം ഉണ്ട്. വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് എത്താം. ചെറിയ ഇടവേള. അദ്ദേഹം വീട്ടിലെ ഈ കല്യാണ സംബന്ധമായിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഒരു സൈഡിലോട്ട് ഒതുക്കാനായിട്ട് പുറത്തോട്ട് കൊണ്ടിടാൻ പോകുന്ന സമയത്ത് ഇവരൊരു കാറിലൊരു 4 പേര് മിന്നൽ വരെ, കാരണം ഇവർ ഈ ദൂരം നിന്നാൽ ഒരു 50 മീറ്ററിനകത്തുള്ള സംഭവമാണ് ഈ പയ്യൻ്റെ വീട്. അവിടെ നിന്ന് ഒളിച്ചിരുന്ന് നോക്കിയാൽ ഇവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം രാത്രി ആയതുകൊണ്ട് വ്യക്തമായിട്ട് വെട്ടത്തും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ രീതിയിൽ വന്ന് ഒരു കാറിൽ പെട്ടെന്ന് ഇറങ്ങുകയും ഈ മനുഷ്യനെ വളരെ മാരകമായ രീതിയിൽ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിനെതിരെ നമ്മൾ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും സംഘടനാപരമായിട്ട് എല്ലാ ആൾക്കാരും വളരെ ആർജവമായി ചിന്തിച്ച് ഇതിനെതിരെ പ്രതികരിക്കണം. ഈ മീഡിയക്കാരെല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ച് ഇങ്ങനെയുള്ള ദ്രോഹികളെ എത്രയും പെട്ടെന്ന് നല്ല മാരകമായ ശിക്ഷകൾ കൊടുക്കാനുള്ള നടപടികൾ വരണം. ഇതിന് അറുതി വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു മംഗളകർമ്മം നടക്കേണ്ടിയിരുന്ന വീടാണ്. വലിയ സന്തോഷം നിറഞ്ഞിരുന്ന ഒരു സ്ഥലമാണ്. അവിടമാണ് ഇപ്പോൾ ശോകമുഖമായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയാണ് ഈ കൊലപാതകം, നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ഈ വീട്ടിലെ ഗൃഹനാഥൻ, വർക്കലയാണ്, ഈ വീട്ടിലെ ഗൃഹനാഥനായ രാജു കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത്. മകൾ ശ്രീലക്ഷ്മിയുടെ വിവാഹം. പരിസരവാസിയായ ജിഷ്ണുവും ഒപ്പമുണ്ടായിരുന്ന മറ്റ് 3 പേരും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. ഈ സംഭവം ഇങ്ങനെയാണ്. ഇന്നലെ രാത്രി ഇവിടെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള റിസപ്ഷൻ, അതിൻ്റെ ചടങ്ങുകളൊക്കെയും നടക്കുകയായിരുന്നു. അതിനുശേഷം രാത്രി 12 മണിയോടുകൂടി ആളുകളെല്ലാം ഒഴിഞ്ഞ ശേഷം രാജു ഇവിടെ ഈ റിസപ്ഷനുമായി ബന്ധപ്പെട്ട് ശുചീകരണം നടത്തുകയായിരുന്നു. വീടിന് മുന്നിലും പരിസരത്തെയും ഒക്കെയും ഉണ്ടായിരുന്ന വസ്തുക്കൾ അത് ശുചീകരണത്തിൻ്റെ ഭാഗമായി അടുത്ത പറമ്പിലേക്ക് മാറ്റുകയായിരുന്നു. ഈ സമയമാണ് ജിഷ്ണുവും മറ്റ് 3 പേരും ഇവിടെ എത്തിയത്. ജിഷ്ണു ശ്രീലക്ഷ്മിയുമായി നേരത്തെ സൗഹൃദത്തിലായിരുന്നു, വിവാഹാലോചന നടത്തിയിരുന്നു. പക്ഷേ ജിഷ്ണുവിൻ്റെ സ്വഭാവ ദൂഷ്യം കാരണം ആ വിവാഹത്തിന് പെൺകുട്ടിയുടെ വീട്ടുകാർ തയ്യാറായിരുന്നില്ല. ഇതിൻ്റെ ഒരു പ്രതികാരം എന്നോണമാണ് ജിഷ്ണുവും മറ്റു 3 പേരുമായി ഇന്നലെ രാത്രി ഇവിടേക്ക് എത്തിയത്. ഈ വന്നവർ രാജുവിനെ ആക്രമിക്കുകയായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മൺവെട്ടി, ആ മൺവെട്ടി ഉപയോഗിച്ചാണ് ജിഷ്ണു, ജിജിൻ, മനു, ശ്യാം എന്നിവരാണ് ഇവർ വാഹനത്തിലെത്തുകയായിരുന്നു. അതിനുശേഷം ഇവിടെ സമീപത്തെ പറമ്പിൽ വെച്ച് ഈ അക്രമം നടത്തി. ബഹളം കേട്ട് അയൽവാസികളും ബന്ധുക്കളുമായ ആളുകൾ ഓടിക്കൂടി. തൊട്ടടുത്ത് തന്നെയുള്ള ഗൃഹനാഥനും അദ്ദേഹത്തിൻ്റെ മകളും ആ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തി. അവരെയും ഈ സംഘം മർദ്ദിച്ചു. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഈ 4 പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യണം. ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നൊരു സംശയമുണ്ട്. അക്കാര്യം പോലീസ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും നാടിന് നടുക്കിയ വലിയൊരു ദുഃഖമായി മാറിയിരിക്കുകയാണ്. ഈ നാടാകെയും ഒരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷത്തിലായിരുന്നു. ഇന്ന് വിവാഹം നടക്കേണ്ടിയിരുന്നത് ശിവഗിരിയിൽ വെച്ചാണ് ഈ വിവാഹം നടക്കേണ്ടിയിരുന്നത്. അങ്ങനെ വലിയ ആഹ്ലാദത്തിൻ്റെയും ഒരു പ്രതീക്ഷയുടെ ഒക്കെയും സന്തോഷത്തിൻ്റെയും സമയം നിറഞ്ഞു നിന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇങ്ങനെ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായത്. ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന ബന്ധുക്കളും പരിചയക്കാരുമൊക്കെയും ഉണ്ട്. ഇത് വളരെ ഒരു ദാരുണമായ സംഭവമായിപ്പോയി. കാരണം നാട്ടിനെ നടുക്കിയൊരു സംഭവമാണ്. കാരണം ഇതുപോലുള്ളൊരു സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു പോലും കേട്ടിട്ടില്ല. കല്യാണ വീട്ടിൽ വന്ന് കല്യാണം നടക്കുന്നതിൻ്റെ തലേ ദിവസം വധുവിൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാക്കുക എന്നും ആ കുട്ടിയുടെ പിതാവിനെ മാരകമായ രീതിയിൽ പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ച രീതിയിലുള്ളൊരു മരണം തന്നെയല്ല. കാരണം ഇത് നമ്മളെല്ലാവരും ഇത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ വീണ്ടും സ്പെഷ്യൽ ഡിബേറ്റിലേക്ക്. ശ്രീനീതിൻ, നേരത്തെ പറഞ്ഞു നിർത്തിയൊരു വിഷയം ലഹരിയുടെ ഉപയോഗവുമായിട്ട് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മിക്ക കേസുകളിലും അത് അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളാവട്ടെ അല്ലാത്ത സംഭവങ്ങളാവട്ടെ എല്ലാം ലഹരി ഉപയോഗിക്കുന്നവർ, ലഹരി മാഫിയയുമായിട്ട് ബന്ധമുള്ളവർ, അതിൻ്റെ ഉപഭോക്താക്കൾ, ഇങ്ങനെ ഒരു കണക്ഷനുണ്ട്. അത് ഇങ്ങനെ ഒരു കേസിലും ഇത്ര ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകത്തിലും അത് തന്നെയാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി വരുമ്പോൾ അത് ഈ പുതിയ കാലത്ത് വരുന്ന കേസുകൾ മറ്റൊരു കോമൺ ഫാക്ടർ കൂടിയായി മാറുന്നു. തീർച്ചയായും ലഹരി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്ത് നിർത്തേണ്ടുന്ന പല ബിഹേവിയറും എക്സിബിറ്റ് ചെയ്ത് പുറത്തു വരികയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യരുത് എന്നുള്ള കാര്യം, ആ ഒരു തടസ്സം നമ്മളുടെ ബിഹേവിയറിൽ വരാതെ
ഈ ലഹരിയുടെ ഉപയോഗം നമ്മുടെ ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ടാണ് ആ ബിഹേവിയർ വരിക. അപ്പോൾ തന്നെ അവരുടെ ആ ഉള്ളിലുള്ള അഗ്രസീവായിട്ടുള്ള ആക്ഷൻ പുറത്തു വരികയും ഒരു വളരെ വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർ ലഹരിയും കൂടെ ഉപയോഗിക്കുമ്പോൾ വളരെ വയലൻ്റ് ആയിട്ടുള്ള ആക്റ്റുകളിലേക്ക് പോകുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ഇത്തരത്തിലുള്ള വളരെ ബ്രൂട്ടലായിട്ടുള്ള, ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ആക്റ്റുകളാണ് പല ക്രിമിനൽ കേസുകളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് നമുക്കിത് എങ്ങനെ കുറേ കൂടെ എഫക്റ്റീവായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഈ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കുട്ടികളെ പ്രണയിക്കരുതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രണയമാണെങ്കിലും എന്താണെങ്കിലും ആ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനകത്തൊരു മെച്യൂരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ്, അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് തുടങ്ങുന്ന സമയത്ത് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആ മറ്റേ സൈഡിലുള്ള വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഓണസ്റ്റി എന്ന് പറയുന്ന ഒരു ബിഹേവിയർ. ആ വ്യക്തി എത്രത്തോളം ഓണസ്റ്റ് ആണ് എന്ന് നമ്മൾ ബേസിക്കായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി. നമ്മൾ ഓണസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഈ റിലേഷൻഷിപ്പിനകത്തേക്ക് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ, നമ്മളൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ആളുടെ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആക്റ്റുകൾ, അല്ലെങ്കിൽ അറിയാതെ ചെന്ന് പെട്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ് മായകൃഷ്ണൻ, ഇതിനകത്ത് മറ്റൊരു വിഷയമാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അപ്പോഴും ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊല ചെയ്ത ആളെ അനുകൂലിച്ചും പറയാൻ ആൾക്കാരുണ്ടാകും. അവൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയത് കൊണ്ടാണല്ലോ. ഇതിന് മുൻപുണ്ടായിട്ടുള്ള പല പ്രണയപ്പകകളിലും ആ രീതിയിലുള്ള കമൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തേപ്പ് കൊടുത്തിട്ട് പോയവൾ ഇത് അർഹിക്കുന്നു എന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും കമൻറ്റുകളും ഒക്കെ വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒരു പക്ഷേ ഒരു കുറ്റബോധവും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു അറപ്പും ഇല്ലാതെ ഇങ്ങനെ ഒരു കൊലപാതകങ്ങളിലേക്കും കുൽസിത പ്രവൃത്തികളിലേക്കും ഒക്കെ കടക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നതും ഈ ഒരു വിഭാഗത്തിൻ്റെ ഒരു മോട്ടിവേഷൻ കൂടിയായിരിക്കും. അത് തീർച്ചയായും ഒരു അനാരോഗ്യകരമായ ചിന്താഗതിയാണ്. കാരണം ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ അത്രയും ഹെൽത്തി ആയിട്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആ ബന്ധത്തിന്റെ അകത്ത് ഉണ്ടാകുന്ന ആളുകൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോ നിയമം മൂലം രണ്ടുപേര് തമ്മിൽ വിവാഹിതരാകുന്ന ആളുകൾക്ക് അവർക്ക് ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ നിയമപരമായ ഒരു കാര്യമായി നിൽക്കുമ്പോൾ, പ്രണയത്തിന്റെ അകത്ത് എന്തുകൊണ്ട് അത്തരം ഒരു ബ്രേക്കപ്പ്, നിയമപരമായിട്ടുള്ള വിവാഹത്തിന്റെ അകത്ത് ഡിവോഴ്സ് നിയമം മൂലം തന്നെ സാധൂകരിക്കപ്പെടുന്ന ഒന്നാണല്ലോ. കാരണം അത് പല സാഹചര്യങ്ങളാൽ മനുഷ്യർക്ക് ഒരുമിച്ച് താമസിക്കാനായിട്ട് സാധ്യതയും സാഹചര്യവും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് കോടതി വഴി മൂവ് ചെയ്തിട്ട് ഡിവോഴ്സ് പറ്റും എന്ന് പറയുന്നത് നമ്മുടെ നിയമമാണ്. പ്രണയം എന്ന് പറയുന്നത് രണ്ടുപേര് തമ്മിലുള്ള റിലേഷന്റെ അകത്ത് അവർക്ക് അത് ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്തോ റീസൺ ആവട്ടെ, ആളുകൾക്ക് അത് വേണ്ട എന്ന്, വ്യക്തികൾക്ക് അത് വേണ്ട എന്ന് വെക്കാനായിട്ട് പറ്റുകയും അത്തരം വേണ്ടാന്ന് വെക്കുന്നതിനെ വളരെ ഹെൽത്തി ആയിട്ട് ആരോഗ്യകരമായിട്ട് തന്നെ അതിന്റെ അതർ സൈഡ് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ മാത്രം നമുക്കൊരു ഹെൽത്തി സമൂഹം എന്ന് പറയാൻ പറ്റില്ല. അത് ബന്ധത്തിന്റെ അകത്തായിരിക്കുക. ഇത് നമ്മളോട് നോ പറഞ്ഞു കഴിഞ്ഞാല് ഉയരെ സിനിമയൊക്കെ വന്ന സമയത്ത് അതിനൊക്കെ അത് പാസ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ് ഇതായിരുന്നല്ലോ. അതായത് അത്തരത്തില് ഒരാള് പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാല് അത് അപ്പോ ആ ആളൊക്കെ ഇത്രമാത്രം ഒരാളെ ബന്ധത്തിന്റെ ആയിരിക്കുന്ന ആള് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്നേഹം എന്ന് പറയുന്ന സംഗതി വേറെ തരം പകയാകുകയും അത്രയും ടോക്സിക് ആയിട്ടുള്ള മൈൻഡിന്റെ ഉടമകളും കൂടിയാണ് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ കുട്ടികളെ ഈ പറയുന്ന നമ്മൾ പുതിയ കാലം എന്ന് അഡ്രസ് ചെയ്യുന്ന കാലത്തിന്റെ അകത്തെ കുഞ്ഞുങ്ങളാണ് ഈ ചെയ്യുന്നത്. അപ്പൊ അത്തരം അതിപ്പോ പെൺകുട്ടിയും ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോ അതിന്റെ കൗണ്ടർ പോയിന്റ്. റൈറ്റ് ശ്രീ ജോർജ് ജോസഫ്, നമ്മൾ ഈ സമയപരിമിതി കൊണ്ട് ഞാനൊന്ന് ഇടപെടുന്നു. നമ്മൾ ഈ പറഞ്ഞു നിർത്തുന്നത് പോലീസിനും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഇനി എന്ത് ബോധവൽക്കരണമുണ്ട് ബാക്കി? ഇല്ല, നമുക്ക് അടിസ്ഥാനപരമായി വളരെയധികം മാറേണ്ടിയിരിക്കുന്നു. കാരണം കുട്ടികളെ നമ്മുടെ സ്കൂളിലും കോളേജുകളിലും രാഷ്ട്രീയം നിരോധിക്കണം. അവിടെ നമ്മൾ അയക്കുന്ന അവരെ
വിദ്യാഭ്യാസത്തിനും അറിവ് സമ്പാദിക്കാനും അവരുടെ ഭാവി കരിപ്പിടിപ്പിക്കാനുമാണ്. അല്ലാതെ രാഷ്ട്രീയക്കാരെ MLA-മാരെയും MP-മാരെയും വളർത്താനും അതിനുള്ളൊരു സംവിധാനം ആയിട്ട് അധപ്പതിച്ചു പോയി നമ്മുടെ സ്കൂളും കോളേജുകളും. അതിലോട്ടൊന്നും ആരും വരുന്നില്ല. കാരണം ആ അധപ്പതനത്തിന്റെ ലക്ഷണം സ്കൂളും കോളേജിലെ ട്രേഡ് യൂണിയൻ പോലെ അധപ്പതിച്ച ലക്ഷണം കൊണ്ടാണല്ലോ അവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്ടം പോലെ മാനുഫാക്ചർ ചെയ്ത് വരുന്നത്. അത് ഞാൻ അതിനോട് ഡെഡ്ലി അഗൻസ്റ്റ് ആണ്. കാരണം നമ്മുടെ സമൂഹം അതുകൊണ്ട് വളർന്നിട്ടില്ല. കാരണം ഓരോ കോളേജിലെടുത്ത് മഹാരാഷ്ട്ര പറഞ്ഞോളൂ മായ അതൊന്നും കാരണം ഈ സ്കൂളുകൾ കോളേജുകളിലെ മുഴുവൻ അധ്യാപകരെ നോക്കിക്കേ, നല്ലൊരു ശതമാനം അധ്യാപകരും കൊഴയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കൊഴ. കാരണം മാതൃക ഐഡലായിട്ടുള്ള ഒരാളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവർക്കൊക്കെ ട്രേഡ് യൂണിയൻ പോലെ അവർക്ക് സംഘടനകളുണ്ട്. അവർ അതിൻ്റെ പ്രവർത്തനത്തിലാണ് നിൽക്കുന്നത്, അതിനുള്ള നേട്ടങ്ങളാണ് നിൽക്കുന്നത്. നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കുട്ടി എല്ലാ രംഗത്തും നമ്മൾ കൈവച്ചെങ്കിൽ മാത്രമേ ഇനി ഇതിനൊരു പ്രതിവിധി ഉണ്ടാവുള്ളൂ. വിൽപ്പന നടക്കുന്നത് സ്കൂളിൽ കൂടെയാണ്. റൈറ്റ്. സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് വിഷയത്തിനകത്ത്. നമ്മൾ ഈ പല തവണ പറഞ്ഞിട്ട് സമയപരിമിതി കൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുന്നു. പലതവണ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നതാണ്. അപ്പോഴും ആരിടപെടണം എന്നുള്ളൊരു ചോദ്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. സമൂഹം കൂടി വ്യക്തമായി ഇതിനകത്തൊരു ബോധവൽക്കരണത്തിലേക്ക് മുന്നിട്ടിറങ്ങണം എന്നുള്ളത് അതെത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്നൊരു ചോദ്യം കൂടെ ബാക്കി നിർത്തിയാണ് പ്രണയക്കൊല, ചോര പക എന്നുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കുറവ് കൊണ്ട് ഞാൻ ഇടപെടുന്നു. മറ്റ് അതിഥികളിലേക്ക് വീണ്ടും വരാൻ കഴിയാത്തത് കൊണ്ട് സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുകയാണ് ഇവിടെ. നമസ്കാരം.